മസ്ജിദ് അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാറിന്റെ വിഷയങ്ങളൊക്കെ ശ്രദ്ധയപ്പെട്ട് കാണുമല്ലോ. പ്രേംകുമാർ പരിഭവം പറഞ്ഞത്, അതൃപ്തിയേറെ അറിയിച്ചതൊക്കെ. പ്രേംകുമാർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോവുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് കൊണ്ട്, ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രേംകുമാറിനെ പോലുള്ള ഒരു ഇടതുപക്ഷ കലാകാരൻ, ചിന്തകൻ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തുമായിട്ട് എത്രയോ നാളത്തെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു. അദ്ദേഹം സ്ഥാനം ഉള്ളപ്പോഴും സ്ഥാനം ഇല്ലാത്ത അവസരത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ആ രൂപത്തിലുള്ള അബദ്ധം കാണിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കെ സി വേണുഗോപാലിന് ഇപ്പം സമയക്കുറവാണ്. അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമില്ല. ഇപ്പോൾ എങ്ങനെയാണ് കപ്പ വേവുന്നത്, എങ്ങനെയാണ് മത്സ്യം വേവുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം എല്ലാ അടുക്കളയിലും കയറി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന്, അപ്പോൾ വേണുഗോപാലിനിപ്പോൾ ഉള്ള ചുമതല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമുള്ളവരെ കണ്ടുപിടിക്കുക, അവരെ ഫോൺ ചെയ്യുക, ഈ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുക. അതാണല്ലോ ഇപ്പോൾ വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. BJP ചെയ്തുകൊണ്ടിരിക്കുന്നതും വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? BJPയും ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉടനെ വിളിച്ച് ആ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് മാലയിട്ട് കൊണ്ടുപോവുകയാണല്ലോ. എന്തിനധികം പറഞ്ഞത് പ്രധാനമന്ത്രി അടുത്ത് പോലും വേണമെങ്കിൽ കൊണ്ടുപോവുകയാണല്ലോ. അപ്പോൾ വേണുഗോപാൽ ചെയ്യുന്നതും BJP ചെയ്യുന്നതും തുല്യമാണ്. ഒരേ നിലയിലുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.